രസകരമായൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. ഖത്തർ രാജകുടുംബം സമ്മാനമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്ന സ്വർണം പൂശിയ ആഡംബര വിമാനമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രസിഡന്റ് ട്രംപിന് ഈ ഒരു വിമാനം സ്വീകരിക്കുന്നതിൽ പ്രത്യേകിച്ച് രണ്ടാമതൊരു വട്ടം കൂടി ചിന്തിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ട്രംപ് പറയുന്നത് എന്തെന്നാൽ ഈ ഒരു അവസരം വിഡ്ഢികൾ മാത്രമേ വേണ്ടെന്ന് വെക്കൂ എന്നാണ്. എന്നാൽ അമേരിക്കയിലെ നിയമം ട്രംപിനെതിരെയാണ് എന്നുള്ളതാണ് വസ്തുത. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങുമ്പോൾ പ്രസിഡന്റുമാർ പാലിക്കേണ്ട ചിട്ടകൾ അമേരിക്കയിൽ വളരെ കർക്കശ സ്വഭാവമുള്ളതാണ്. ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഖത്തർ രാജകുടുംബത്തിൻ്റെ വളരെ വിലയേറിയ ഈ ഒരു സമ്മാനം, ബോയിങ് വിമാനം തന്നെ സമ്മാനമായി ലഭിക്കുന്നത്, ട്രംപ് സ്വീകരിക്കാനായി ഒരുങ്ങുന്നത്. ട്രംപ് ഇങ്ങനെയൊരു സമ്മാനം വാങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് നാണക്കേടാകുമെന്നാണ് അമേരിക്കക്കാരുടെ ആശങ്ക എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ട്രംപ് അമേരിക്കയെ നാണം കെടുത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. 40 കോടി ഡോളറിൻ്റെ വിമാനമാണെന്ന് പറയുന്നു. അത് വലിയൊരു സംഖ്യയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഗൾഫ് പര്യടനത്തിനുള്ള ട്രംപിന് ഇപ്പോൾ ഗൾഫിലും മറ്റുമൊക്കെ പര്യടനം നടത്തി മടങ്ങിപ്പോയ ട്രംപിന് ഖത്തർ രാജകുടുംബം ഓഫർ ചെയ്തിട്ടുള്ള 40 കോടി ഡോളർ വില വരുന്ന ബോയിങ് 747-8 ആ ഒരു മോഡൽ വിമാനമാണ് സമ്മാനമായി ലഭിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും അമേരിക്കയിലെ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ച, മാസങ്ങൾക്ക് മുമ്പ് ഖത്തർ രാജകുടുംബം അമേരിക്കയിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് ഈ വിമാനം തന്നെ ട്രംപ് കാണുന്നത്. ഖത്തർ രാജകുടുംബം ഈ ഒരു വിമാനത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ അവരോടൊപ്പം ഒരു യാത്ര അമേരിക്കയിൽ ഈ രാജകുടുംബത്തിൻ്റെ കൂടെ ട്രംപ് നടത്തുകയും ഈ ഒരു വിമാനത്തിൽ ട്രംപിൻ്റെ കണ്ണുടക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ട്രംപ് ഈ വിമാനത്തെ സ്വല്പമൊക്കെ പുകഴ്ത്തിയതോടെ രാജകുടുംബം ഒരു ഓഫറായിട്ട് ഇതേപോലെ ഈ ഒരു വിമാനം ഞങ്ങൾ നൽകാം, സ്വീകരിക്കാമോ എന്ന് ഒരു ആവശ്യം ട്രംപിന് മുന്നിൽ വെക്കുകയായിരുന്നു. ട്രംപ് പറയുന്നത് ഞാനൊരു വിഡ്ഢിയായിരിക്കണം ഈ ഓഫർ സ്വീകരിക്കാതിരിക്കാനെന്നാണ്. എന്തായാലും സമ്മാനം തനിക്ക് വ്യക്തിപരമായല്ല നൽകുന്നത്, മറിച്ച് അമേരിക്ക എന്ന രാജ്യത്തിനാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു. ഈ ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ എക്സിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ഇതേപോലുള്ള പരിപാടികളൊക്കെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പോൾ എക്സിൽ ആണ് പുള്ളിയുടെ എല്ലാ പരിപാടികളും. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 പകരമായി ഉപയോഗിക്കാവുന്ന തരത്തിൽ അമേരിക്കയ്ക്ക് ഈ ഇനത്തിൽ കുറേയേറെ പണം ലാഭിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എല്ലായിടത്തും ഒരു ബിസിനസ് കണ്ണാണ് ട്രംപിനുള്ളത്. എന്തായാലും എയർഫോഴ്സ് 1 പുതിയ വിമാനം ബോയിങ് കമ്പനിയിൽ നിന്ന് ഓർഡർ നൽകി കാത്തിരിക്കുമ്പോഴാണ് ഖത്തറിൽ നിന്ന് ഇത്തരത്തിലൊരു ഓഫർ ലഭിക്കുന്നത്. കോളടിച്ചില്ലേ? സമ്മാനം സ്വീകരിക്കാനുള്ള പ്രസിഡന്റിൻ്റെ തീരുമാനത്തിനെതിരെ അമേരിക്കയിൽ വിമർശനങ്ങൾ ശക്തമാണ്. രാജ്യത്തെ നിയമം ഇതിന് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അഴിമതി ഒഴിവാക്കുന്നതിനും സ്വാധീന വലയത്തിൽ പെടാതിരിക്കാനും അമേരിക്കൻ പ്രസിഡന്റുമാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങുന്നതിനെ രാജ്യം ഭരണഘടനയിൽ തന്നെ ചില നിഷ്കർഷകൾ വെച്ചിട്ടുണ്ട്. അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ ഇത്തരം സമ്മാനങ്ങൾ സ്വീകരിക്കാൻ പ്രസിഡന്റിന് അനുമതിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഭരണഘടനയിലെ ഫോറിൻ ഗിഫ്റ്റ്സ് ആൻഡ് ടെഗ്രേഷൻസ് ആക്ട് പ്രകാരം $480 താഴെ മൂല്യമുള്ള സമ്മാനങ്ങൾ മാത്രമേ പ്രസിഡന്റ് സ്വീകരിക്കാൻ പാടുള്ളൂ. അതേസമയം അമേരിക്കയുടെ പൊതുസ്വത്തായി ഉപയോഗിക്കാൻ കഴിയുന്ന സമ്മാനങ്ങൾ കോൺഗ്രസിൻ്റെ അനുമതിയോടെ സ്വീകരിക്കാമെന്ന വകുപ്പും ഭരണഘടനയിൽ ഉണ്ട് താനും. ഇത് ഉയർത്തിക്കാട്ടിയാണ് ട്രംപ് ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്. ട്രംപിന് എല്ലാത്തിനും ചില ന്യായങ്ങളുണ്ട് കേട്ടോ. അത് കുറേയൊക്കെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ളതാണ് താനും. എന്തായാലും ഖത്തറിൽ നിന്നുള്ള സമ്മാനം ഉപയോഗിച്ചതിന് ശേഷം പ്രസിഡൻറ്റിൻ്റെ ലൈബ്രറിയിലേക്ക്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഇതേപോലെ ഒരു ലൈബ്രറി സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് അസറ്റുകളുണ്ട്. അത്തരം പ്രൈവറ്റ് അസറ്റുകളിലേക്ക് മാറ്റാം എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് സംഗതി.